മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് സംസ്ഥാനത്ത് വലിയ തോതിൽ HIV വൈറസ് ബാധിതരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ആരോഗ്യമന്ത്രി തന്നെയാണ് കണക്ക് വെളിപ്പെടുത്തുകയും ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തത്. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്ന ദേശീയ യുവജന ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. യുവജനങ്ങൾക്കിടയിൽ HIV അണുബാധ 9% ആയിരുന്നത് 2023 2% കുറഞ്ഞിരുന്നു. എന്നാൽ ഇത് 2024 14.2% ഉയരുകയും 2025 15.4% വർദ്ധിക്കുകയും ചെയ്തു. ചെറുപ്പക്കാർ ചതിക്കുഴിയിൽ വീഴാതിരിക്കാനുള്ള ബോധവൽക്കരണവും പ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജിതമാക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. 15 വയസ്സിനും 24 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരിൽ പുതുതായി രോഗം സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണത്തിൽ ആശങ്കാജനകമായ വർധനവാണ് രേഖപ്പെടുത്തുന്നത്. ദേശീയ ശരാശരിയായ 0.20 കുറഞ്ഞ HIV സാന്ദ്രതയായ 0.7 കേരളത്തിലുള്ളതെങ്കിലും കുടിയേറ്റവും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളുടെ വരവും രോഗവ്യാപന സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്ന് മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 3 വർഷത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആകെ കേസുകൾ 4477 ആണ്. അതിൽ പുരുഷന്മാർ 3393, സ്ത്രീകൾ 1065, ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ 19, ഗർഭിണികൾ 90. സാമൂഹ്യവിരുദ്ധമായ ലൈംഗിക ബന്ധത്തിലൂടെയും അണുവിമുക്തമല്ലാത്ത സിറിഞ്ചുകളിലൂടെ മയക്കുമരുന്ന് ഉപയോഗം വഴിയും രക്തം സ്വീകരിക്കുന്നതിലൂടെയും അണുബാധയുള്ള അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്കുമാണ് HIV പകരുന്ന പ്രധാന മാർഗങ്ങൾ. HIV-ക്കുള്ള ചികിത്സയ്ക്ക് പറയുന്ന പേരാണ് ART. രോഗം നേരത്തെ കണ്ടെത്തി ചികിത്സ ആരംഭിക്കുകയാണെങ്കിൽ മറ്റൊരാളിലേക്ക് പകരുന്നത് തടയുവാനും ഗുണനിലവാരമുള്ള ജീവിതം നയിക്കുവാനും സാധിക്കും. കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി വഴി വിപുലമായ ചികിത്സാ പരിചരണ പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കി വരുന്നത്. വെൽനസ് മിഷൻ എന്ന ജീവിതശൈലി രോഗങ്ങൾക്കെതിരെയുള്ള പദ്ധതി കൂടി മന്ത്രി ഇതിനൊപ്പം കൂട്ടിച്ചേർത്തു. ചിട്ടയായ വ്യായാമം, പോഷകാഹാരം, ഉറക്കം എന്നിവയിലൂടെ മെച്ചപ്പെട്ട ആരോഗ്യം ഉറപ്പാക്കാൻ ഓരോരുത്തരും ആരോഗ്യ അംബാസഡർമാരാകുവാനും ആഹ്വാനം ചെയ്തു. ഇതേസമയം തന്നെ ഇതേ വിഷയ സംബന്ധമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജിസ്റ്റ് മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ലേഖനം ഏറെ ചർച്ചയാകുന്നുണ്ട്. HIV പോലെ തന്നെ മറ്റു പല രോഗങ്ങളും ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. ഉയർന്ന മരണനിരക്കുള്ള എയ്ഡ്സ് രോഗം തന്നെയാണ് ആദ്യം വരുന്നത്. വൈറൽ മഞ്ഞപ്പിത്തം പടർത്തുന്ന ഹെപ്പറ്റൈറ്റിസ് ബിയും സിയുമാണ് അടുത്ത 2 രോഗാണുക്കൾ. ഇവ രണ്ടും ഒരിക്കൽ പ്രവേശിച്ചാൽ ജീവിതം മുഴുവനും കൂടെ കാണും. ആശുപത്രിയിൽ ഇന്ന് മിക്ക ചികിത്സകൾക്കും ഓപ്പറേഷന് മുൻപുള്ള പരിശോധനയിലും വേഗത്തിൽ തന്നെ ഇതുവരെ പറഞ്ഞ 3 രോഗങ്ങളും കണ്ടെത്തുവാൻ കഴിയും. പരിശോധനയിൽ പോസിറ്റീവ് ആണ് റിസൾട്ട് എങ്കിൽ ബയോ ഹസാർഡ് എന്ന് ലേബൽ ചെയ്യും. പിന്നെ എല്ലാം അധിക ചെലവാണ്. ജീവൻ നഷ്ടമാകുന്ന ഹെപ്പറ്റൈറ്റിസ്, സിറോസിസ്, കരളിലെ ക്യാൻസർ, ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. മറ്റൊരു ക്ഷണിക്കാത്ത ഗതി ഹെർപ്പസ് സിംപ്ലക്സ് ആണ്. ബാധിതനെ കൊല്ലില്ല, പക്ഷെ ഒരിക്കലും വിട്ടുപോകില്ല. കാലാകാലങ്ങളിൽ ചൊറിച്ചിലും നീറ്റിലും വ്രണങ്ങളും ഒക്കെയായി നടക്കാം. മറ്റൊന്ന് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ്. സെക്ഷലി ട്രാൻസ്മിറ്റ്